ഹായ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അതായത് 6 മാസം തൊട്ട് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മാസം തൊട്ടാണല്ലേ. അപ്പോൾ 6 മാസം തൊട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കുറുക്കുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കുറുക്കെന്ന് പറയുന്നത് നമ്മുടെ കായപ്പൊടിയുടെ കുറുക്കാണ്. അതായത് ഏത്തവാഴയ്ക്കപ്പൊടിയുടെ കുന്നംകായപ്പൊടിയുടെ കുന്നംകായപ്പൊടിയുടെ വളരെ ബെസ്റ്റാണ്. കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾസ് തുടങ്ങിയ പ്രോബ്ലംസ് ഒന്നും കുട്ടികൾ ഉണ്ടാകത്തില്ല. അപ്പോൾ കായക്കുറുക്ക് നമുക്ക് കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഫസ്റ്റ് കുറുക്കാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് 6 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 6 മാസം തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഈ ഒരു കുന്നംകായപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അതായത് ഇപ്പോൾ ഇത് നമുക്ക് വുമൺ ടു ഫ്ലൈയുടെ അണ്ടറിൽ നമ്മൾ കുന്നംകായപ്പൊടി നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ കുന്നംകായ പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുന്നംകായ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാഴയ്ക്ക് ഒരുപാട് ന്യൂട്രീഷണൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഒക്കെ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് മാത്രമല്ല നമ്മളിത് പൊടിച്ച് കുറുക്കായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾസ് തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു വാഴയ്ക്കയുടെ കുറുക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. കാരണം ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുന്നംകായ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി ഉണക്കി നന്നായിട്ട് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം. പിന്നെ നീറ്റായിരിക്കണം. കുട്ടികൾക്ക് 6 മാസം തൊട്ട്, അതായത് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമെന്ന് വിശ്വസിക്കുന്നതും പരിശുദ്ധമെന്ന് പറയുന്നതുമായിട്ടുള്ളത് പരിശുദ്ധമാണ് അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാലാണ്. അപ്പോൾ ആ മുലപ്പാൽ അത്രയും പരിശുദ്ധമായിട്ടുള്ള മുലപ്പാലാണ് 6 മാസം വരെ കുട്ടികൾ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നുമാണ് അവർ അടുത്തൊരു ഫുഡിലോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ നൽകണം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റുള്ള ഏതെങ്കിലും ബ്രാൻഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് 100% വിശ്വാസമുള്ളതും ഞാൻ തന്നെ എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഇവിടെ അമ്മമാർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ 100% എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് വുമൺ ടു ഫ്ലൈയുടെ കുന്നംകായ പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കൊടുക്കാം. ഒരു രീതിയിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത് കഴുകി ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇത് ജസ്റ്റ് പാക്ക് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ പാക്ക് ചെയ്യുന്നത് തന്നെ സീൽ ചെയ്ത് കൊടുക്കുന്നു. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് കളറ്, ഓർഡർ, അതിനൊന്നും വേണ്ടി ഷുഗറിന് ഇങ്ങനത്തെ ഒരൈറ്റവും നമ്മൾ ചേർക്കുന്നില്ല. ഇത് നമുക്ക് 9, 10 മാസമൊക്കെ ഈസി ആയിട്ടിരിക്കും, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടി പറയാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൽ തന്നെ ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. അതായത് ഒരു ചെറിയൊരു സ്പൂൺ ഇതിൽ തന്നെ വെക്കുക. കാരണം വേറെ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചാലാണ് പ്രോഡക്റ്റ് നമ്മളിത് കേടൊന്ന് പോവുക. അതായത് പൂപ്പലൊക്കെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ 1 ഇയർ വരെ സുഖമായിട്ടിരിക്കും. നമ്മൾ 9 മന്ത്സാണ് ഇതിന് എക്സ്പയറി ഡേറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ പേഴ്സണലി കൊച്ചിന് ഇതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് 2 വയസ്സ് വരെ ഇടയ്ക്കൊക്കെ കുറുക്ക് കൊടുക്കും. ആരംഭത്തിൽ കണ്ടിന്യൂസ് കൊടുത്തു, പിന്നെ ഇടയ്ക്കൊക്കെ കൊടുക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൽ സെപ്പറേറ്റ് സ്പൂൺ ഇട്ട് വെക്കും. പിന്നെ ഒരുപാട് നേരം നമ്മൾ തുറന്ന് വെക്കത്തില്ല, എടുക്കുന്നു, അടയ്ക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒരു സ്പൂൺ എടുത്താൽ മതി. ഒരു സ്പൂൺ എടുക്കുന്നു, വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇനീഷ്യലി നമുക്ക് വാട്ടർ ചേർക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കാരണം മറ്റ് മിൽക്കിലോട്ട് ഇനീഷ്യലി കിടക്കുന്നതിനേക്കാൾ നല്ലത് വാട്ടർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം മിക്സ് ചെയ്യുന്നു. അതായത് ഒരു സെമി സോളിഡ് ആയിട്ടാണ് വേണ്ടത്. നല്ല ഒരുപാട് കട്ടിയാവരുത്. ഇപ്പോൾ നമ്മൾ സ്പൂണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വീഴാണ്ട് നിൽക്കുന്ന ഒരു പരുവം, എന്നാൽ വീണില്ലേ എന്നുള്ളൊരു പരിവുണ്ടല്ലോ, അതാണ് നമ്മുടെ സെമി സോളിഡ്. അത് നിങ്ങൾക്ക് കുറുക്കുകളുടെയൊക്കെ വീഡിയോസ് നോക്കിയാൽ കാണാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അത് നിങ്ങൾക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ ആരംഭത്തിൽ ഷുഗർ ഒന്നും വേണമെന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല, അവരങ്ങനെ കുടിക്കും. അപ്പോൾ ഷുഗർ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ചേർക്കാവുന്നതാണ്. പനങ്കൽക്കണ്ടം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിവിടെ പനങ്കൽക്കണ്ടം ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വൈദ്യശാലയിൽ നിന്നൊക്കെ നല്ല പനങ്കൽക്കണ്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടാണെങ്കിലും കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പനങ്കൽക്കണ്ടവും ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് കുറുക്കുക. വേവെന്ന് പിന്നെ പറയാനില്ല. നമുക്ക് ആ പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കുന്നു. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെമി സോളിഡ് ആവുന്നവർ ഇത്തിരി കൂടി വെള്ളം ചേർക്കുക. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട്, അതായത് സിം മോഡിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് കുറുക്കുക. ഒരു സെമി സോളിഡ് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ
എടുത്തിട്ട് ചൂടാറിയിട്ട് ഒരു ഇളം ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആരംഭത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ 1, 2, 3 സ്പൂണൊക്കെ കൊടുത്ത് നിർത്താം. പിന്നെ അവരെങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്, അവരുടെ ബോഡി എങ്ങനെ അത് റിസീവ് ചെയ്യുന്നത് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു 15 ദിവസം നിങ്ങൾ മറ്റൊരു പ്രോഡക്റ്റും കൊടുക്കാണ്ട് കായപ്പൊടി മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയാനുള്ളത്. കാരണം അത് ബെസ്റ്റാണ്. കായപ്പൊടിയിൽ അത്രത്തോളം നമുക്ക് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതാണ്. എല്ലാ സപ്ലിമെൻറ്റ്സും എല്ലാം ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 15 ദിവസം ഇത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ഒരു ഫുഡിലോട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഫുഡ് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് കുറുക്കിൽ ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റാഗിയാണ്. റാഗി, മുത്താറി, പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റ് പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൊടിയാണ് നമ്മുടെ പഞ്ഞിപ്പുല്ല്, റാഗി എന്ന് പറയുന്നത്. അപ്പോൾ റാഗി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വുമൺ ടു ഫ്ലൈയുടെ അണ്ടറിൽ ചെയ്യുന്ന റാഗിയാണ് കേട്ടോ. കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ റാഗിയുടെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ റാഗിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. റാഗി എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ ഒരു നിലവറ ആണെന്ന് പറയാം. അതായത് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത്. അതുമാത്രമല്ല ധാരാളം അയൺ ഉണ്ട്. അയൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് റാഗിയിൽ ഒരുപാട് അയൺ ഉണ്ടെന്നാണ്. അങ്ങനെയല്ല, അയൺ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ഈ റാഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാഗി തന്നെ കൊടുക്കുന്നത് പല രീതിയിൽ, 2 രീതിയിൽ നമ്മുടെ നാട്ടിൽ കൊടുത്തു വരുന്നത് കാണുന്നുണ്ട്. ചിലരെന്ത് ചെയ്യും, ഈ റാഗി തലേന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്നും അത് പിറ്റേന്ന് എടുത്തിട്ട് കഴുകി മിക്സിയിൽ അടിച്ച് അതിൻ്റെ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാർച്ച് വെച്ചിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഇവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് തവിടുണ്ട്. ഈ തവിടെന്ന് പറയുന്നത് അതായത് ഉമി എന്നുള്ള രീതിയിലാണ്. ആ ഉമി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാക്കും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല റാഗി കൊടുക്കേണ്ടത്. പകരം നമ്മൾ റാഗി കൊടുക്കേണ്ടത്, കാരണം റാഗിയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് നമ്മൾ ഈ അരിച്ച് മാറ്റി വെക്കുന്ന സാധനത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ എല്ലാ പ്രോട്ടീനും മറ്റ് കാൽസ്യം തുടങ്ങിയ എല്ലാം അടങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, കളയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, റാഗി നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി അത് പൊടിച്ചിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ കുറുക്കുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ വയറുവേദന വരുമോ, കോൺസ്റ്റിപ്പേഷൻ വരുമോ, ഗ്യാസ് ട്രബിൾസ് വരുമോ എന്നൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ അരച്ചെടുത്തിട്ട് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊക്കെ വരിക. കാരണം എന്താണ്, അതിനകത്തുള്ള തവിട്, ഫൈബർ മുഴുവനായിട്ട് കളഞ്ഞു. ഫൈബർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ട് നല്ല രീതിയിൽ വയറ്റിൽ നിന്ന് മോഷൻ നടക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് 100% അങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ആരും അരച്ചെടുത്ത് കുടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ അതിന് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നും. കാരണം നമ്മളൊക്കെ ചില ആളുകൾ മുതിർന്നവരൊക്കെ കഴിക്കുന്നുണ്ട്. മുതിർന്നവരൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് അരച്ചൊക്കെ കുടിക്കുന്നതൊക്കെ കാണാം. പക്ഷെ അത് സത്യത്തിൽ നല്ല ശരിയായ രീതിയല്ല. ഈ പറഞ്ഞ നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്, റാഗി കൊടുക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലണം, കാൽസ്യം നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലണം, അയൺ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലണം, ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഇതെല്ലാം നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റാഗി കഴുകി ഉണക്കി പൊടിച്ച് തന്നെ ഉപയോഗിക്കണം. കാരണം ഈ തവിടെന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B1 ഒക്കെ ധാരാളം ഉള്ളതാണ് ഈ തവിടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തവിട് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ വരാണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് പ്രോബ്ലംസ് ഒക്കെ വരാണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി റാഗി ഉണ്ടാക്കുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾ വാട്ടർ തന്നെ ആദ്യം എടുക്കുന്നതാണ് നല്ലത്. വെള്ളത്തിൽ മിക്സ് ചെയ്യുക. അതായത് റാഗി ആവശ്യത്തിന് കുറച്ചെടുക്കുക. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, എത്ര കഴിക്കുന്നു പറയാൻ പറ്റില്ല. 1-2 തവണ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അവരെത്ര കഴിക്കും എന്നതിന് ബേസ് ചെയ്തിട്ട് ഈ ഒരു അളവ് പറയാൻ പറ്റുക. അപ്പോൾ 1-2 സ്പൂൺ എടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഞാൻ പറഞ്ഞ പോലെ ചിലർ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ല പകരം ഈ പറഞ്ഞ ഷുഗറിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടൊക്കെ ചേർക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് കടയിൽ നിന്ന് ശർക്കര വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ശർക്കരയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ശർക്കരയിൽ ധാരാളം നമുക്കറിയാം ഈ അഴുക്കുണ്ട്, അതായത് കല്ലും മുള്ളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് അലിയിപ്പിച്ചിട്ട് അത് അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഒരുപാട് മണലും തരിയും കല്ലൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും അത് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കുറച്ചൊന്ന് ടൈറ്റാക്കി കൊണ്ടുവരാവുന്നതാണ്. അതായത് ഒരുപാട് കട്ടിയാവണ്ട, എങ്കിലും കുറച്ചുകൂടി ഒന്ന് ആ പറ്റ വെള്ളം പോലെ നിൽക്കുന്നതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് അതിൽ നിന്ന് 1 സ്പൂണോ അത് എത്രയാണോ ഷുഗറിന് എത്രയാണോ വേണ്ടത് അത് നോക്കുക. അതിനനുസരിച്ച് അത് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു റാഗിയും വെള്ളവും ഒക്കെ മിക്സ് ചെയ്തതിനകത്തേക്ക് അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കുറുക്കാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ സെമി സോളിഡ് സ്റ്റേറ്റിൽ കൊടുക്കുക. അതിപ്പോൾ കായപ്പൊടിയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു
ജാഗരി ഇങ്ങനെ, അതായത് ശർക്കര ഇങ്ങനെ കുറുക്കി വെച്ചിട്ട് അത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനീഷ്യലി മാക്സിമം ഇതൊക്കെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ കുട്ടികൾ അത്യാവശ്യം ടേസ്റ്റ് അറിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. ചിലരൊക്കെ കുറച്ചൊക്കെ ഏലക്കയൊക്കെ പൊടിച്ചിട്ട് അപ്പോൾ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും. അതൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം, അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാരണം നമുക്ക് തന്നെ ഒരേ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക്. അപ്പോൾ ആരംഭത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് എന്ത് കൊടുത്താലും അവർ ആദ്യം ഒന്ന് തുപ്പാൻ നോക്കും, അല്ലെങ്കിൽ നാവ് കൊണ്ട് തള്ളിക്കളയും, പിന്നെ അവർ കഴിക്കും. അത് എല്ലാ കുട്ടികളുടെയും ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 കുറുക്കാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ആരംഭത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് മറ്റു ഫുഡുകൾ, ഇപ്പോൾ ഞാൻ കുറുക്കിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളോട് കിടക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസോ ആപ്പിൾ അങ്ങനത്തെ ഒരു ഫ്രൂട്ട്സോ ഒക്കെ എല്ലാത്തിലോട്ടും പതുക്കെ കിടക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നതെന്ന് പറയുന്നത് കായപ്പൊടി തന്നെയാണ്. ഏത്തവാഴയ്ക്കപ്പൊടി അല്ലെങ്കിൽ കുന്നങ്കായപ്പൊടി, അതിൽ ബെസ്റ്റ് കുന്നങ്കായപ്പൊടി തന്നെയാണ്. പിന്നെ ഏത്തവാഴയ്ക്കും കൊടുക്കാം, കാരണം വാഴയ്ക്ക എന്ന് പറയുന്ന എല്ലാത്തിനും അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ വാഴയ്ക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്ന റാഗിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വുമൺ ടു ഫ്ലൈഡ് ആണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വുമൺ ടു ഫ്ലൈഡ് ഫുഡാണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് വീട്ടിൽ ചെയ്യാം. അല്ലാത്തവർ നിങ്ങൾക്ക് അറിയാത്ത ബ്രാൻഡിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ, കാരണം എത്രത്തോളം ഹൈജീനിക് ആയിട്ടാണ്, എത്രത്തോളം പ്രിസർവേറ്റീവ്സ് ഫ്രീ ആയിട്ടാണ് മറ്റ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഫുഡിനെ കുറിച്ച് മാത്രമേ എനിക്ക് 100% അഷ്യൂർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള മായവും ചേരാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള 100% നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി എന്ന് കൊടുത്തു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വുമൺ ടു ഫ്ലൈഡ് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. വിത്തിൻ 7 days എല്ലാവർക്കും വീട്ടിൽ പ്രോഡക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.